നമസ്കാരം, യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയർഫെഡ് മെറ്റൽ ഇൻഡസ്ട്രീസ് കളിമൺ പാത്ര ഉൽപ്പന്നങ്ങളുടെ ഷോറൂമിൻ്റെയും ഓഫീസിൻ്റെയും ഉദ്ഘാടനം നടന്നു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ ഇന്ന് നടന്നു. മലപ്പുറത്ത് AC ലോ ഫ്ലോർ ബസ്സുകളെത്തി. യാത്രയ്ക്ക് ഇനിയും കാത്തിരിക്കണം. ഞാൻ ദയാനന്ദൻ. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കീഴിലുള്ള കേരള സർക്കാർ സംരംഭങ്ങളായ കേരള കയർഫെഡ്, മെറ്റൽ ഇൻഡസ്ട്രീസ്, കളിമൺ പാത്ര ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. പെരിന്തൽമണ്ണ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കീഴിലുള്ള സംരംഭങ്ങളുടെ ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10:30 മന്ത്രി മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു. കയർഫെഡിന്റെയും ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെയും കളിമൺ പാത്ര ഉൽപ്പന്നങ്ങളുടെ ഷോറൂമിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ സി അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പച്ചേരി ഫാറൂഖ്, നാലകത്ത് സൂപ്പി, കുന്നത്ത് മുഹമ്മദ്, PK അബൂബക്കർ ഹാജി, C സേതുമാധവൻ, ശിവദാസൻ, MT കിഷോർ കുമാർ, പുത്തൂർ ഉമ്മർ ഹാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജ്മൽ വണ്ടൂർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജ്മൽ വണ്ടൂർ ഉദ്ഘാടനം ചെയ്തു. യാക്കൂബ് കുന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സേതുമാധവൻ, പച്ചേരി സുബേർ, ഹാരിസ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 3 AC ലോ ഫ്ലോർ ബസ്സുകൾ എത്തിയെങ്കിലും ക്ലസ്റ്റർ തല ഉദ്ഘാടനവും ജില്ലാതല ഉദ്ഘാടനവും കഴിഞ്ഞാൽ മാത്രമേ സർവീസ് ആരംഭിക്കുകയുള്ളൂ. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷമാണ് ലോ ഫ്ലോർ ബസ്സുകൾ എത്തിത്തുടങ്ങിയത്. മലപ്പുറം ഡിപ്പോയിൽ 3 ബസ്സുകൾ എത്തിയിട്ടുണ്ട്. ഈ മാസം 25-ന് കോഴിക്കോട് ക്ലസ്റ്റർ തല ഉദ്ഘാടനം നടക്കും. അതിനുശേഷം ജില്ലാതല ഉദ്ഘാടനം നടക്കും. അതിനുശേഷം മാത്രമേ സർവീസ് ആരംഭിക്കുകയുള്ളൂ. കിട്ടിയ ബസ്സുകൾ ചുരുങ്ങിയത് 1 മാസമെങ്കിലും ഗ്യാരേജിൽ നിർത്തിയിടേണ്ടി വരും. ആകെ 8 ബസ്സുകളാണ് ജില്ലയിലെത്തുക. ഇപ്പോൾ എത്തിയ ബസ്സുകളുടെ സർവീസ് ഏകദേശ ധാരണയായിട്ടുണ്ട്. കരിപ്പൂർ, പൊന്നാനി, കോഴിക്കോട് ഭാഗങ്ങളിലേക്കായിരിക്കും ഈ ബസ്സുകൾ സർവീസ് നടത്തുക. എന്നാൽ മലപ്പുറം KSRTC ഡിപ്പോയിലെ ഓഫീസും പരിസരവും ഈ ബസ്സുകളുടെ വരവിന്റെ മാറ്റു കുറയ്ക്കുന്നു. പെരിന്തൽമണ്ണയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കഞ്ചാവ് പ്രതികളുമായി 3 അംഗ സംഘം പിടിയിൽ. ജില്ലാ പോലീസിന്റെ ഓപ്പറേഷൻ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 3 അംഗ കഞ്ചാവ് വിൽപ്പന സംഘം പിടിയിലായത്. ഇവരിൽ നിന്ന് 56 പൊതി കഞ്ചാവും പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണയിലെ ബാർ പരിസരത്തും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും ചെറിയ പൊതികളാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതാണ് രീതി. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് നൽകുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിടിയിലായത്. അങ്ങാടിപ്പുറം ചെറിക്കാപ്പറമ്പ് ചക്കുപുരക്കിൽ ഹംസ, പെരിന്തൽമണ്ണ തേക്കിൻകോട് പട്ടാണി അബ്ദുൽ സലാം, പാതാക്കര കൊളക്കാടൻ അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് പിടിയിലായത്. പെരിന്തൽമണ്ണ CI KM ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ടൗൺ നിഴൽ പോലീസും SI CK നാസർ, മങ്കട SI രാമചന്ദ്രൻ, പ്രൊബഷണറി SI മൃദുൽകുമാർ, CP മുരളി, P മോഹൻദാസ്, PN മോഹനകൃഷ്ണൻ, T ശ്രീകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയർഫെഡ് മെറ്റൽ ഇൻഡസ്ട്രീസ് കളിമൺ പാത്ര ഉൽപ്പന്നങ്ങളുടെ ഷോറൂമിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം നടന്നു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ ഇന്ന് നടന്നു. മലപ്പുറത്ത് AC ലോ ഫ്ലോർ ബസ്സുകളെത്തി. യാത്രയ്ക്ക് ഇനിയും കാത്തിരിക്കണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.